മഹാരാഷ്ട്രയിലെ മാങ്കി, തുങ്കി എന്നീ ഇരട്ട പർവ്വത ശിഖരങ്ങളിലേക്കുള്ള ഞങ്ങളുടെ യാത്ര രാവിലെ നാസിക്കിൽ നിന്ന് ആരംഭിച്ചു. ഇവിടെ പാർക്കിങ്ങിൽ വണ്ടി വെച്ച് ഞങ്ങൾ മുകളിലേക്ക് കയറുകയാണ്. 3600-ലേറെ പടവുകൾ കയറിയിട്ട് വേണം ഇരട്ട ഗിരിശൃംഗങ്ങളിലെത്താൻ. ഞങ്ങളുടെ കൂട്ടുകാരാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിത് സംബന്ധിച്ച് ഇതിൻ്റെ ആദ്യ ഭാഗം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഭാഗം അല്പ സ്പീഡിൽ അങ്ങ് കടന്നു പോവുകയാണ്. ആദ്യ ഭാഗത്തിൽ മാങ്കിയിലേക്കുള്ള യാത്രയാണ്. ഒരേ വഴി തന്നെയാണ്. ഒരു 3/4 ഭാഗം നമ്മൾ മുകളിലേക്ക് കയറിയതിന് ശേഷം വേണം നമുക്ക് മാങ്കിയിൽ ഇടതുവശത്തേക്ക് പോയാൽ മാങ്കിയിലും ഈ വലതുവശം ഈ കാണുന്ന തുങ്കിയിലേക്കുമാണ് യാത്ര. അപ്പോൾ മാങ്കിയിലെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് മാങ്കി കണ്ട് ഇറങ്ങിയതിന് ശേഷം തുങ്കിയിലേക്കുള്ള യാത്രയുടെ 2ാം ഭാഗമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. തുങ്കിയിലേക്കാണ് ഇനി യാത്ര. അപ്പോൾ നടത്തം കുറയ്ക്കാനായിട്ട് നമുക്ക് കഴിയും. താഴെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലം കാണിച്ചു തരാം. ഇവിടെ നിന്നാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. ഞങ്ങളുടെ വണ്ടിയാണ് അവിടെ കാണുന്നത്. ഇവിടെ നിന്നാണ് ഈ ഓഫീസിൻ്റെ കവാടം വഴി, അവിടെ ഒരു ഓഫീസുണ്ട്, അതുവഴി ചെരുപ്പൊക്കെ അവിടെ ഊരി വെച്ച് സോക്സ് മാത്രം ധരിച്ച്, അതുപോലെ ഡ്രസ് കോഡുണ്ട്. ഷോർട്സ് അതുപോലുള്ള വസ്ത്രങ്ങൾ, സ്ലീവ്ലെസ് ബ്ലൗസുകളൊന്നും ഇട്ടിട്ട് വരാൻ പാടില്ല. പാൻറ്റ്, മുണ്ട്, ഷർട്ടൊക്കെ ധരിച്ച് വേണം വരാൻ. ഇങ്ങനെ ഓരോ പടികൾ കയറി മുകളിലേക്ക് വരണം. ആ കടന്നു വന്ന വഴികളാണ് കാണുന്നത്. ഇതുവഴി ഇങ്ങനെ വന്ന് മുകളിലേക്ക് പടവുകൾ കയറി നമുക്ക് അപ്പോൾ അപ്പുറത്തെ ഭാഗത്ത് തുങ്കി മലനിരകൾ കാണാം. ഇങ്ങനെ കയറി വരുന്ന വഴി ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. ആൾക്കാരിങ്ങനെ കയറി മുകളിലേക്ക് വരുന്ന ഭാഗമാണ്. ഇങ്ങനെ പടവുകൾ, മുകളിലേക്കുള്ള പടവാണ്. ഇത് കയറി ഇങ്ങനെ വന്ന് ഈ പടവുകളിലൂടെ കയറി ഞാനിപ്പോൾ ഇപ്പോൾ ഇവിടെ എത്തി. ഇനി വീണ്ടും മുകളിലേക്ക് പടവുകൾ. ഇവിടെയൊക്കെ കുറച്ച് നിരപ്പായ സ്ഥലമുണ്ട്. എന്നാൽ മുകളിലേക്ക് എത്തുമ്പോൾ പടവുകളാണ്. മാങ്കി ഞങ്ങൾ അവിടെ കയറി തിരികെ ഇറങ്ങി വന്നു. ആ ഇറങ്ങി വന്ന സ്റ്റെപ്പുകളാണ് ചൈനയിലെ വൻമതിൽ പോലെ കാണുന്ന ഈ പടവുകൾ. ഇതിനെ മഹാരാഷ്ട്രയിലെ ഗ്രേറ്റ് വാൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇനി ഇതുവഴി തിരിച്ച് തുങ്കിയിലേക്ക്. പ്രകൃതി ഒരുക്കിയ മനോഹരമായ സൗന്ദര്യ കാഴ്ചകളാണ്. ആകാശവും ഭൂമിയും മനോഹരമായ വർണ്ണാഭ ചാർത്തി ഹരിതഭൂമി, നീലിമ ചാർത്തിയ ആകാശം, കാഴ്ചകൾ മനോഹരം തന്നെ. അതിമനോഹരമായ മാങ്കി കഴിഞ്ഞ് തുങ്കിയുടെ കാഴ്ചയാണിത്. മാങ്കിയല്ല, തുങ്കിയുടെ കാഴ്ചയാണ്. ഇവിടെ നിന്ന് വലത്തോട്ട് പോകുമ്പോൾ നമ്മൾ വന്ന വഴിയാണ്. ഇത് കഴിഞ്ഞ് താഴേക്ക് പോയാൽ, എന്നാൽ നമ്മൾ നേരെ തുങ്കിയിലേക്കാണ് പോകുന്നത്. തുങ്കിയും കൂടി സന്ദർശിച്ച് അതിനുശേഷം തിരികെ വന്ന വഴി തന്നെ തിരികെ പോവുകയാണ്.
സുഹൃത്തുക്കളെ, എൻ്റെ മുന്നിൽ കാണുന്നത് തുങ്കി എന്ന മലയുടെ ഭാഗമാണ്. ഇനി ഞാനത് പിറകിലേക്ക് കാണാം. പിറകിൽ കാണുന്നത് മാങ്കിയാണ്. മുന്നിലും പിന്നിലുമായിട്ട് മാങ്കിയും തുങ്കിയും. തുങ്കിയിലേക്കുള്ള കുത്തനെയുള്ള സ്റ്റെപ്പുകൾ കയറുകയാണ്. ഇനിയുള്ള സ്റ്റെപ്പുകൾ വളരെ സ്റ്റീപ്പായിട്ടുള്ളതാണ്, കുത്തനെയുള്ളതാണ് മുകളിലേക്ക്. ഇവിടെ പിറകിൽ കാഴ്ചകൾ കാണാം. മാങ്കിയാണ് പിറകിൽ കാണുന്നത്. ഏറ്റവും അവസാനത്തെ പടവുകൾ കയറുകയാണ്. ഈ പടവുകൾ കയറാൻ ഞങ്ങൾ തുങ്കിയുടെ താഴ്വരയിലെത്തും, ചുവട്ടിലെത്തും. ഇനി ഏതാനും സ്റ്റെപ്പുകൾ മാത്രം മുന്നിൽ എണ്ണി എണ്ണി കയറുകയാണ്. മാങ്കി കഴിഞ്ഞു, തുങ്കിയിലേക്കാണ്. തുങ്കിയുടെ അവസാന ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പുകൾ കയറിക്കൊണ്ടിരിക്കുന്നു. ഇനി വിരലിലെണ്ണാവുന്ന സ്റ്റെപ്പുകൾ. എത്തിക്കഴിഞ്ഞു. ഇതാണ് തുങ്കിയുടെ അടിഭാഗം. അങ്ങകലെ നേരത്തെ കയറിയ മാങ്കിയാണ് കാണുന്നത്. ഇപ്പോൾ തുങ്കിയും കീഴടക്കിയിരിക്കുന്നു. ഇത് തുങ്കിയുടെ ശൃംഗമാണ് മുകളിൽ കാണുന്നത്. താഴെ അതിൻ്റെ താഴ്വാരത്തിലാണ് ഞങ്ങളുള്ളത്. ഇവിടെ നിന്നും മാങ്കിയുടെ കാഴ്ചയാണ് അങ്ങ് ദൂരെ കാണുന്നത്. മാങ്കി, അവിടെ നിന്നാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. ആദ്യം മാങ്കി കയറി അവിടെ നിന്നും ആ കാണുന്ന വഴിയിലൂടെ ഇങ്ങോട്ടേക്ക് വന്ന് അങ്ങനെ തുങ്കിയും കയറി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇത് അതീവ മനോഹരമായ കാഴ്ചകളാണ് ഇവിടുത്തേത്. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ഈ മനോഹര ഭൂമിയുടെ സൗന്ദര്യം ആസ്വദിക്കാനും പ്രകൃതിയുടെ സൃഷ്ടികൾ എത്രമാത്രം സൗന്ദര്യാത്മകമാണെന്നും ഈ പ്രകൃതി മനുഷ്യന് കനിഞ്ഞ് നൽകിയ ഈ കാഴ്ചകൾ ആസ്വദിക്കാൻ ഈ ഒരു ജന്മം മതിയോ എന്ന്, അല്ലെങ്കിൽ ഇനിയൊരു ജന്മം കൂടി തരുമോ എന്ന് വയലാർ പാടിയതുപോലെ പാടാൻ നമുക്ക് തോന്നുന്നു. അത്രയും മനോഹരമായ ഭൂമിയുടെ അഭൗമ സൗന്ദര്യം. ആകാശവും ഭൂമിയും
ഒരുപോലെ നിറച്ചാർത്തണിഞ്ഞ് നിൽക്കുന്നു. താഴെ പച്ചപ്പിൻ്റെ ഹരിതാഭ നിറഞ്ഞ ഭൂമിയും മുകളിൽ നീലിമയാർന്ന ആകാശവും വെള്ളിമേഘങ്ങളും നിറഞ്ഞ അതിമനോഹരമായ സൃഷ്ടിയാണ് നമ്മൾ കാണുന്നത്. ദൂരെ നമുക്ക് മറ്റ് ചില പർവ്വത നിരകളുടെ മുകൾ ഭാഗം കാണാൻ പറ്റും. ഒരു ഗുഹയാണ്. മുകളിലെ പാറകളിൽ നിന്ന് മഴത്തുള്ളികൾ ഇറ്റിറ്റായി വീഴുന്നു. താഴെ ജൈനമത വിശ്വാസികളുടെ പരിശുദ്ധരായ തീർത്ഥങ്കരന്മാരുടെ രൂപം കൊത്തിവെച്ച കാഴ്ചയാണിത്. ഇതൊരു ജൈന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്.